പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. സിമ്പിളാണ്. 2-3 സാധനങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇതിനോട് ഇഷ്ടമുണ്ടെങ്കിലാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഇത് കാണുന്ന കുറച്ച് ആൾക്കാർ വിചാരിക്കുന്നത് ഇവർക്ക് എന്ത് സുഖം, അവൾ വിചാരിക്കുന്ന സാധനങ്ങൾ അപ്പം വാങ്ങാൻ പറ്റും, ആനയാണ് ചേനയാണെന്നൊക്കെ. കാരണം എന്നോട് പേഴ്സണലായിട്ട് കുറേ ആൾക്കാർ മെസ്സേജ് ഇട്ടേ കൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഒന്നുമില്ല. കാരണം എൻ്റെ അടുത്തുള്ള എന്തെങ്കിലും 2-3 സാധനങ്ങൾ, അല്ലാത്ത സാധനങ്ങൾ ഞാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും ഞാൻ ഉണ്ടാക്കുകയാണ്. പിന്നെ പൈസ കിട്ടുമ്പോൾ കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ബൈ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണം. നല്ല കഷ്ടപ്പാടും പ്രാരാബ്ദവും ഒക്കത്തിലൂടെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം. ഞാൻ എന്താ ഉണ്ടാക്കുന്നത് വെച്ചാൽ മാൽപ്പൊരിയാണ്. ആരും ഇപ്പോൾ തിന്നാത്തവരുണ്ടാവില്ല. ഇതൊരുവിധ ആൾക്കാരൊക്കെ തിന്നിട്ടുണ്ടാവും. ഇത് നമ്മൾ ചുരത്തിലൊക്കെ കിട്ടുന്ന സംഭവമാണ്. ഇന്നലെ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഒരു വീഡിയോ കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. സിമ്പിളാണ്. മുട്ട പൊട്ടിച്ച് വയ്ക്കുക, അതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ എന്തായാലും പഠിച്ചോനെ വീഡിയോയിൽ നിങ്ങളെല്ലാം കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെയൊക്കെ ഉണ്ടാക്കിയതാ. ഏകദേശം ഇങ്ങനെ ആക്കി. ഞാൻ 1 ഗ്ലാസ് മൈദ ഇട്ടതാണ് ഇതിൽ കാണിച്ചത്. പക്ഷെ 1.5 ഗ്ലാസ് മൈദ വേണമായിരുന്നു കേട്ടോ. ആദ്യം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഒലിച്ചങ്ങോട്ട് പോയി. പിന്നെ ഉണ്ടാക്കിയപ്പോൾ എൻ്റെ പൊന്നെ, എനിക്ക് അത്ഭുതമായി. ഇപ്പോൾ ഇങ്ങോട്ട് നോക്കി സൂര്യകാന്തി വിരിഞ്ഞിക്കുന്ന പോലെ വിരിഞ്ഞങ്ങോട്ട് നിൽക്കണം. നോക്കി മുല്ല മൊഞ്ചുള്ള മാൽപ്പൊരി. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ മധുരം കഴിക്കാത്തതിൻ്റെ ഒക്കെ കഴിച്ച്, ഇസാൻ കഴിച്ച്, സാനു പിന്നെ തൊടൂല, കെയിനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ഒന്ന് ചെയ്യട്ടോ.